ക്കുന്നതിന് പകരം എന്തുകൊണ്ട് നിങ്ങൾ ഹമാസിന്റെ യൂണിഫോം ധരിച്ച് ഇസ്രായേലിലോട്ട് പോകുന്നില്ല? മതീന്ദ്രൻ ചോദിച്ചതാണ്. മതീന്ദ്ര, നീ ഒരു കാവി കോണ കെട്ടിട്ട് ചാണകത്തിൽ കുത്തി മറയാറുണ്ടോ? അങ്ങനെ മറയുന്ന കുറെ ആൾക്കാരുണ്ട്. അങ്ങനെ നമ്മൾ ചാണക സംഖികൾ എന്ന് പറയും. നീ അക്കൂട്ടത്തിൽ പോവാറുണ്ടെങ്കിൽ നീ അങ്ങനെ പോകുന്ന ഒരാളാണെന്ന് നീ ചിന്തിച്ച് നോക്കുക. നമ്മളൊരു സ്ഥലത്ത് ഒരു കാര്യങ്ങളെ പറ്റി സംസാരിക്കുമ്പം അവിടുത്തെ ഇതെങ്ങനെ, സത്യം പറഞ്ഞാൽ ഈ സംഖ്യമായിട്ട് നിന്നോട് ഞാൻ ചോദിക്കട്ടെ, ഈ യുദ്ധം വന്നു കഴിഞ്ഞാലും ഇതിനെ എഫക്ട് ചെയ്ത് കഴിഞ്ഞാലും എങ്ങനെ ഇന്ത്യക്കാരെ ബാധിക്കും അല്ലെങ്കിൽ അവിടുത്തെ ആൾക്കാരെ എങ്ങനെ ബാധിക്കും എന്ന് ചിന്തിക്കുന്ന ആളുകളാണ് ഇതിനെപ്പറ്റി സംസാരിക്കുക. അതൊന്നും അറിയാണ്ട് ഇവിടെ പട്ടിണി കിടന്ന്, സത്യം സംഖ്യയല്ലേ, സംഖ്യ ആയിരിക്കില്ല, മതീന്ദ്രൻ സംഖ്യ ആയിരിക്കും. മതീന്ദ്ര, ഇവിടെ പട്ടിണി കിടന്ന് ജീവിച്ച് നരകിച്ച് ചാവുന്ന നിനക്ക് എന്ത് ഇറാൻ, നിനക്ക് എന്ത് അമേരിക്ക, നിനക്ക് എന്ത് ഇസ്രായേൽ? നിനക്ക് രണ്ട് ജയശ്രീരാം വിളിച്ചിട്ട് ഇവിടെ ചാണകം തിന്ന് വല്ല അമ്പലത്തിലെ നൈവേദ്യം വല്ല പള്ളിച്ചോറും തിന്ന് ജീവിച്ചാൽ പോരെ? നിന്നോടൊക്കെ ഇവിടുത്തെ ഡീറ്റെയിൽസ് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ട്. അപ്പൊ മതീന്ദ്രൻ പോയിട്ട് വേറെ വല്ല പരിപാടി നോക്ക് കേട്ടാ.